ഒരിക്കല് സാറിന്റെ റൂമിൽ പോയപ്പോ സാർ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പൊ സാറിനോട് ചോദിച്ചു, എന്താണ് സാർ എത്ര ദേഷ്യത്തില്? അപ്പൊ സാറ് പറഞ്ഞു, ഈ കുട്ടീനെ ഞാൻ 10 വർഷം മുമ്പ് കണ്ടതാണ്. ഇപ്പൊ 15 വയസ്സിലാണ് ആ കുട്ടി വന്നത്. അപ്പോ ഇപ്പം പാരന്റ്സ് പറയുന്ന കുട്ടിക്ക് പഠിക്കാൻ പ്രയാസമുണ്ട്, കുട്ടിക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയാണ് കുട്ടി, അധികവും വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുകയാണെന്നൊക്കെ. സംഭവം ഇതാണ്, 10 വർഷം മുമ്പ് സാറ് കണ്ട സമയത്ത് സാറ് ഡയഗ്നോസ് ചെയ്ത ഒരു കുട്ടിയാണ്. അതായത് കുട്ടിക്ക് ജനന സമയത്ത് കുട്ടി കരഞ്ഞിട്ടില്ല, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പ്രശ്നങ്ങളുള്ള കാരണം ബ്രെയിനിലൊരു ഡാമേജ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ണിന്റെ ഫംഗ്ഷന് കുഴപ്പമില്ല. ഇതിന് പറയുന്ന പേരാണ് CVA എന്ന് പറയും. ബ്രെയിനിലെ ഡാമേജ് കാരണം കുട്ടിക്ക് കാണുന്നത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ളടത്തും അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നിടത്തുള്ള പ്രശ്നങ്ങൾ അത് കുട്ടിക്കുണ്ട്. അത് കാരണമാണ് ഈ കുട്ടി പഠനത്തിലൊക്കെ പുറകോട്ട് പോയത്. അന്ന് സാറ് CVA വേണ്ട സ്പെസിഫിക് ആയിട്ട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവരൊന്നും ഫോളോ ചെയ്യാതെ അവർ ടിപ്പിക്കലായിട്ട് റെമഡിയൽ എഡ്യൂക്കേഷനിലേക്ക് പോകാനുണ്ടായത്. പലപ്പോഴും പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസിസിൽ എത്തുക എന്നുള്ളത് എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ട്രീറ്റ്മെന്റ് കൊടുക്കും, കുട്ടിയിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പം ഈ കുട്ടിക്ക് CVAക്ക് വേണ്ട സ്പെസിഫിക് സ്ട്രാറ്റജീസോട് കൂടിയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് വേണ്ടിയിരുന്നത്.